This DJ is so funky. This DJ is so funky. ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എൻ്റെ പേര് ജ്യോതികിരൺ. നമ്മുടെ ശ്രീജിത്ത് ഇത് വരുന്നുണ്ടല്ലോ, നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഓക്കെ ശ്രീജിത്ത്. ശ്രീജിത്ത്, എന്താ വിശേഷം? നല്ല ഓട്ടത്തിലെ അതെ, എന്താ വിശേഷം പറഞ്ഞോ. ഷോപ്പിന്റെ ഉദ്ഘാടനം അതെ, ഞാൻ പറഞ്ഞിരുന്നില്ല, എന്ത് വിളിച്ചിരുന്നില്ല. അത് ശരി. അതെന്നാണത്? നാളെയാണ് അല്ലേ? അപ്പോൾ അതാരാണ് അതിൽ എൻ്റെ ജനറൽ സെക്രട്ടറി, നമ്മുടെ വ്യാപാരി വ്യവസായയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദ്. ആയിക്കോട്ടെ, അത് നന്നായി. ആയിക്കോട്ടെ. മാത്രമല്ല നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാല് 50 വർഷം തികയാണ് നമ്മുടെ ഫാദർ ആരംഭിച്ചിട്ട്. മാത്രമല്ല കേരളത്തിലെ ആദ്യത്തെ കന്നഡ നിർമ്മാണ ഫാക്ടറി ആയിട്ട് 1974 നമ്മുടെ കൊടുങ്ങല്ലൂരിലാണ് ഫാദർ അത് ആരംഭിക്കുന്നത്. അദ്ദേഹം ബോംബെയിലായിരുന്നു. ബോംബെയിലെ ബിസിനസ് ഒക്കെ അവസാനിപ്പിച്ച് കൊടുങ്ങല്ലൂരിൽ 74 വന്നിട്ട് ഞാൻ ജനിക്കുന്നതിൽ 5 വർഷം മുൻപാണ് സ്ഥാപനം ആരംഭിക്കുന്നത്. അപ്പോൾ 50 വർഷം തികയാണ്. എന്തായിരുന്നാലും ഇപ്പൊ കാഴ്ചപ്പാടുകളൊക്കെ മുഴുവൻ മാറിയല്ലോ. വ്യാപാരത്തിന്റെ തന്നെ സ്റ്റൈല് മാറി. പുതിയ തലമുറയുടെ പുതിയ വീക്ഷണങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ പുതിയ ഷോപ്പ് ഒരുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ണടകൾ നമുക്ക് സെലക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ മിററിൽ നോക്കുന്നതിനോടൊപ്പം ഡിജിറ്റലായിട്ട് നമുക്കതിനെ കാണാനും അത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അപ്പം തന്നെ ഷെയർ ചെയ്തുകൊണ്ട് ലോകത്തുള്ള എവിടെയുള്ള സുഹൃത്തുക്കൾക്ക് ഒപ്പം ഇരുന്നിട്ട് നമ്മുടെ ഷോപ്പിൽ ഇരുന്നിട്ട് കണ്ണട സെലക്ട് ചെയ്യാം. അതോടൊപ്പം പിന്നെ റേബൺ പോലുള്ള ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള വേൾഡിലെ ഒരു 5-6 വേൾഡ് ബ്രാൻഡുകളുണ്ട്. അതൊക്കെ നമ്മൾ ഷോപ്പിൽ തവണ അവരൊക്കെ ആയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ, മാർക്കറ്റ് പാർട്ട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ എല്ലാ ബ്രാൻഡുകളും ഒരുക്കിയിട്ടുള്ള ഷോറൂമാണ്. കൊടുങ്ങല്ലൂരെ സംബന്ധിച്ചിടത്തോളം അത് ആദ്യമായിട്ടാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് കൊടുങ്ങല്ലൂരിലുള്ള ബഹുഭൂരിപക്ഷ ആളുകളും ബ്രാൻഡുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് പോയിരുന്നത് ഇപ്പോൾ എറണാകുളത്ത് അല്ലെങ്കിൽ തൃശ്ശൂരൊക്കെയാണ് പോയിരുന്നത്. കൂടുതൽ എറണാകുളത്താണ്. മാളുകളിലൊക്കെ പോയിട്ടാണ് ബ്രാൻഡുകൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനുള്ളൊരു അവസരം കൂടെ ഒരുക്കുകയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒപ്റ്റിക്കൽ അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഒരു 3 വർഷക്കാലം ഇരുന്നു. ഇപ്പോൾ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ ഇത്തരം കമ്പനികളുടെ ഹെഡുകളൊക്കെ ആയിട്ട് വളരെയുള്ള അടുപ്പം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആ ഒരു സൗകര്യം കൊടുങ്ങല്ലൂരിലും കൂടെ ഒരുക്കുകയാണ്. അപ്പോൾ എന്തായാലും ജ്യോതിയേട്ടൻ വരണം. വളരെ വെറൈറ്റി ആയിട്ട് നമ്മളെ ഷോപ്പ് ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും നൂതനമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ആ ഷോപ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് വന്ന് അതിൻ്റെ ഒന്ന് അഭിപ്രായം പറയണം. അതിനൊക്കെ ഒന്ന് നമ്മുടെ ആളുകളിലേക്ക് അതൊന്ന് എത്തിക്കുകയും വേണം. കാരണം നമ്മുടെ കൊടുങ്ങല്ലൂരിലുള്ള ആളുകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും വരുന്നതാണ്. അപ്പോൾ അത് നാളെ നമുക്ക് ഷോപ്പിൽ വെച്ച് കാണാം. ഓക്കെ, വർഷങ്ങളായിട്ടുള്ള സൗഹൃദം കൂടിയാണ്. ഓക്കെ, താങ്ക് യു. ശരി കേട്ടോ. ഓക്കെ, ബൈ.
ശ്രീജിത്തിന്റെ പ്രാർത്ഥനയോട് തുടങ്ങാം. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ദൈവമേ കാത്തുകൊള്ളുന്നു കൈവിടാതിന്നു ഞങ്ങളെ ഭവാത്തിക്കൊരു ആവിവന്തോടി പദം ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും ഒടുങ്ങിയാൽ നിന്നിലും ദൃക്കോരുണം നീലസ്കന്ധനാകണം അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്റെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോയതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും പ്രിയമുള്ളവരെ, വളരെ അഭിമാനവും സന്തോഷമുള്ള നിമിഷങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കന്നഡ വ്യാപാരത്തിന്റെ ചരിത്രത്തിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ശ്രീജിത്തിന്റെ സ്ഥാപനം. ശ്രീജിത്തിന്റെ അമ്മ കൂടെ ഉണ്ട്, ജനാർദ്ദനൻ. ഞങ്ങള് തുടങ്ങി വെക്കുമ്പോൾ അന്ന് വലിയൊരു മിഷണറിയാണ്, വലിയ ദീർഘവീക്ഷണത്തോടുകൂടി തുടങ്ങി വെച്ചിട്ടുള്ള കന്നഡയുടെ യഥാർത്ഥ ഫാക്ടറിയാണ് കൊടുങ്ങല്ലൂരുണ്ടായിരുന്നത്. ചില സാഹചര്യങ്ങളൊക്കെ അങ്ങനെയായിപ്പോയി, സ്ഥാപനം നഷ്ടം നേരിട്ടു, വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടായിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ശ്രീജിത്തും അനുജൻ ശ്രീരാജും രണ്ടുപേരും അച്ഛൻ തുടങ്ങി വെച്ചിട്ടുള്ള വലിയ ആ ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം നിന്ന് വളർന്ന് വലിയ രീതിയിലേക്ക് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. വലിയ രീതിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയപ്പെടാം, കൊടുങ്ങല്ലൂരിൻ്റെ പ്രദേശത്തൊക്കെ ശ്രീജിത്തിന്റെ കന്നഡ വ്യാപാരം നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് വളർത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ സ്ഥാപനമാണ്, വീണ്ടും സ്ഥാപനങ്ങൾ വേറെയാണ്. ഇപ്പം ചെറിയൊരു വലിയ സ്ഥാപനം, അത് മൂന്നാമത്തെ സ്ഥാപനമാണ്. എന്തായാലും ഈ പറഞ്ഞനുസരിക്കുന്ന നാളുകളിൽ വളരെ സന്തോഷത്തോടുകൂടി, അഭിമാനത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ശ്രീജിത്തിന്റെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീജിത്തിന്റെ വൈഫിനൊന്ന് കാണണോട്ടോ. നല്ല ഐഡിയ ഉണ്ട്. കറക്റ്റാണ്. അവിടെ നിന്ന് കത്തിച്ചോ, അവിടെ നിന്ന് കത്തിച്ചോ.
വാ, വളരെ ഇത് ചേച്ചിയുണ്ടോ? അവനൊന്നും ടീച്ചറൊന്നുമില്ലല്ലോ. ഒരു നല്ല കൈ വേണ്ട.